യാ മഅ്ശറ മൻ അസ്ലമ വലം യദ്ഖുൽ ഈമാനു ഫീ ഖൽബിഹി, മനസ്സിലേക്ക് ഈമാൻ കടന്നു ചെല്ലാതിരിക്കുകയും എന്നാൽ നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മുസ്ലിമേ ലാ തുദുമ്മുൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കരുത്. വലാ തത്ലുബു ഔറാത്തിഹിം, അവരെ ഔറത്തുകൾ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. കാരണം എന്താണ്? ഫഇന്നഹു മൻ യത്ലുബു ഔറത അഖീഹി മുസ്ലിം, കാരണം ഏതെങ്കിലും ഒരാൾ അവൻ്റെ കൂട്ടുകാരനായി മറ്റൊരു മുസ്ലിമിൻ്റെ ഔറത്തിൻ്റെ പിന്നാലെ പോയി അത് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലോ ഹത്തക്കല്ലാഹു സിത്ര, അല്ലാഹു തആല അവൻ്റെ മറ പൊളിച്ചിട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി ജമഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ ഫലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുക്കും ബഅദാ അയഹബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് അറിവ് മറച്ചുവെക്കലുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്, മോശമായ ഒരു കുറ്റത്തെ സംബന്ധിച്ചാണ്. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റൊരുത്തൻ്റെ സ്വകാര്യത എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മൾ ഈ പ്രൈവസി, സ്വകാര്യത എന്നൊക്കെ പറയണത് ആ കാര്യത്തിനാണ്. അത് നമ്മൾ കേൾക്കാനും അതേപോലെ അറിയാനും പാടില്ലാത്തത് കൊണ്ടാണ് അത് സ്വകാര്യതയായി മാറിയത്. നമ്മൾ കേൾക്കാൻ പാടില്ല, അതേപോലെ നമ്മളത് അറിയാനും പാടില്ല. അതുകൊണ്ടാണ് അത് സ്വകാര്യമായി മാറിയത്. അതുകൊണ്ടാണ് ഇസ്ലാമികപരമായി അതിൻ്റെ ഒരു നിയമം സ്വകാര്യമായി കേട്ടവനും കണ്ടവനും അത് ഒരിക്കലും പുറത്ത് പറയരുതെന്നാണ്. നമ്മളാകെ ആ വിഷയത്തിൽ എന്താ വെച്ചാൽ അല്ലേ, ചിലപ്പോൾ നമ്മൾ പറയും ഇജ്ജാരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ടാണോ പറയാം. ആ മറ്റോട് പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇജ്ജാരോടും പറയാൻ നിൽക്കേണ്ടതെന്നാണ്. ഇതങ്ങനെ പോയി പിന്നെ ആകെ പരസ്യമാകാനാണ് സാധാരണഗതിയിൽ ചെയ്യൽ. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതൊരു അമാനത്താണ് ഈ സ്വകാര്യത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഇദാ ഹദ്ദസ റജുലു ബിൽ ഹദീസി സുമ്മ ഇൽതഫത ഫഹിയ അമാനത്തുൻ. ഒരാളൊരു കാര്യം സംസാരിച്ചു, എന്നിട്ട് അയാളിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ അത് അമാനത്താണെന്നാണ്. എന്നുവെച്ചാൽ എന്തർത്ഥം? അതായത് ഇപ്പോൾ രണ്ടാളുകൾ ഒതായി അങ്ങാടിയിൽ നിന്ന് സംസാരിക്കുക ഒട്ടിക്കോളി, അപ്പോൾ അതിൽ മൂന്നാമത്തെ ഒരാൾ വരുന്നുണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞ ആൾ നോക്കുകയാണ്. വേറൊരാളത് കേൾക്കുന്നുണ്ടോ? അത് അമാനത്താണ്, അത് സ്വകാര്യതയാണ്, അത് പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനാണ് സ്വകാര്യത എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഒരാളിൽ നിന്ന് കേട്ട്, അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് കേട്ട് എന്നിട്ട് മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ചാരപ്പണി എന്നുള്ളത്. ഇറവാർക്കൽ എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു വലിയ ഹദീസുണ്ട്. അതിൽ നബി പറയാം, ഇയ്യാക്കും വല്ലന്ന, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം. ഫഇന്നൽ വന്ന അക്ദബുൽ ഹദീസി, കാരണം ഊഹങ്ങൾ വെച്ചിട്ട് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾ അത് സംസാരങ്ങൾ വെച്ചിട്ടുള്ള കളവാണ്, പാടില്ലാത്തതാണ്. വലാ തജസ്സസു, നിങ്ങളെ ചൊഴിഞ്ഞന്വേഷിക്കരുത്, അല്ലെങ്കിൽ ചാരപ്പണി നടത്തരുത്. ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചില ആൾക്കാരങ്ങനെയാണല്ലോ, അത് ചോദിച്ച് പിന്നെ ഇങ്ങനെ ഇട്ട് മാന്തി പിന്നെ ഇങ്ങനെ അതായത് അനാവശ്യമായ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അയിമൊന്നും പോരില്ല. അതിനാണ് ചുഴിഞ്ഞന്വേഷിക്കുക എന്ന് പറയുന്നത്.
വല തഹസ്സസു. തഹസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരറിയാതെ അവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നതിനാണ് തഹസ്സസ് എന്ന് പറയാം. ശരിയോ? ഇപ്പോൾ നിങ്ങൾ രണ്ടാൾക്കവിടെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്ത് വെച്ചാൽ ഇറപാർത്തിരിക്കുക. അതായത് നിങ്ങൾ ഇന്നെ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ അഭിനയിക്കുക. പക്ഷേ അത് മുഴുവനും ഒരു ടേപ്പ് റെക്കോർഡ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണത് പോലെ അത് മുഴുവനും ഞാൻ എന്ത് ചെയ്യുക, കേട്ട് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യരുത്. അതാണ് തഹസ്സസു എന്നാൽ. വല തബാഗദു, പരസ്പരം നിങ്ങൾ കോപ്പിക്കരുത്. വല തദാബറു, നിങ്ങൾ ഈ തദാബറ എന്ന് പറഞ്ഞാൽ ശരിക്കും പാര വെക്കരുത് എന്നാണ്. ഒരാൾ മറ്റൊരുത്തന് പാര വെക്കരുത് എന്നുള്ളതാണ് ഈ മുദാബറത്ത്. അവിടെ അല്ലാഹു റസൂൽ പറയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാകണം? വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ ഈ പടച്ച റബ്ബിൻ്റെ പരസ്പരമുള്ള സഹോദരങ്ങളായിട്ട് മാറണം. അള്ളാഹിൻ്റെ അടിമകളായ പരസ്പരമുള്ള സഹോദരങ്ങളായിട്ട് നിങ്ങൾ മാറണം. ഒരു ജേട്ടനിയനെ പോലെ. പണ്ടൊക്കെ അതിന് ഉദാഹരണം പറഞ്ഞതിന് ഇപ്പം നമ്മൾ ഉദാഹരണം പറയാൻ പറ്റില്ല, കാരണം ജേട്ടനും തമ്മിൽ കണ്ടാൽ മുണ്ടൂല. യഥാർത്ഥത്തിൽ മറ്റൊരാളുമായുള്ള രോഗ്യം കൂടിയും ചിലപ്പോൾ ജേട്ടനും അനിയനും തമ്മിലുണ്ടാവില്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാവില്ല. ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളാരാണ്? റുഹമാഉ ബൈനഹും, പരസ്പരം അവർ കരുണ കാണിക്കുന്നവരാണ്. എന്നാൽ അശിദ്ദാഉ അൽ കുഫാരി, സത്യനിഷേധികളോടോ അവർ അങ്ങേറ്റം കർക്കശം പുലർത്തുന്ന ആൾക്കാരാണെന്നാണ്. ഇന്നിൻ്റെ മുസ്ലിം സമുദായം ഇതിന് നേരെ എതിരാണ്. പരസ്പരമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊളത്തിയും ഒക്കെയാണ്. മറ്റുള്ള ആൾക്കാരോടാണെങ്കിലോ ഒരു വലിയ രോഗ്യത്തിലുമാണ്. എന്താണോ പടച്ചറബ് പറഞ്ഞത് അതിന് നേരെ എതിരാണെന്ന് അർത്ഥം. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പടച്ച റബ്ബിൻ്റെ പരസ്പര സഹോദരങ്ങളായ അടിമകളായി നിങ്ങൾ മാറണം. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ വിവാഹം അന്വേഷിച്ച ഒരാളെ, ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം അന്വേഷിക്കരുത്. ഏതുവരേക്കും? അത്തയൻകിഹ, ഒന്നുകിൽ അയാൾ കല്യാണം കഴിക്കുന്നത് വരെ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ യത്തുറുക്ക, അല്ലെങ്കിലോ അയാൾ ഒഴിവാക്കുന്നത് വരെ. മൂന്നാമത്തത് കൂടിയുണ്ട്, എന്താ വെച്ചാൽ അല്ലെങ്കിൽ അയാൾ സമ്മതം നൽകുന്നത് വരെ എന്നാണ്. ഒരുത്തൻ മറ്റൊരുത്തിനെ ഒരു പെൺകുട്ടിനെ കല്യാണം അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്ന് പറയാണ്, ഇല്ല ഞാനേയും ഒന്ന് ഒഴിഞ്ഞിക്കണ്, നീ അന്വേഷിച്ചോ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. അതല്ലെങ്കിൽ ആ ആൾ ഒഴിഞ്ഞു എന്നുള്ളത്, അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞാൽ എന്ത് ചെയ്യുക? അതാണ് യത്തുറുക്ക, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. അതേപോലെ സുന്നാൻ റസൂൽ പറഞ്ഞു, ഒരാളെ ഒരു പെൺകുട്ടിയെയും അവളുടെ അമ്മായിയെയും ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. അമ്മായി പറഞ്ഞാൽ അവളുടെ ബാപ്പൻ്റെ സഹോദരിമാർ. വല ഖാലത്തിഹ വല ബൈനഹ വ ഖാലത്തിഹ. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെയും അവളുടെ മാതൃ സഹോദരിമാരെയും വിവാഹം കഴിക്കാൻ പാടില്ല. എളാമ്മ, മൂത്തമ്മ പോലത്തെ ആളുകളെയും വിവാഹം കഴിക്കാൻ പാടില്ല. ഇതിനെന്താ വെച്ചാൽ ഈ അമ്മായി ബാപ്പൻ്റെ പെങ്ങൾ പറഞ്ഞാൽ ബാപ്പൻ്റെ സ്ഥാനത്താണ്. ഇമ്മൻ്റെ സഹോദരിമാർ പറഞ്ഞാൽ ഇമ്മൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് പരസ്പരം ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭാര്യ നോമ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ, സുന്നത്ത് നോമ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണമെന്നാണ്. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അതേപോലെ ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ മറ്റൊരുത്തനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാനും പാടില്ല. അല്ലാഹു റസൂൽ പറയാം. ഹദീസ് ഒരു നീണ്ട ഹദീസാണ്. അതിൻ്റെ അവസാനത്തിൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, വലതസ്അലു മർഅത്തു തലാഖു ഉഖ്തിഹ, ഒരു പെണ്ണ് തൻ്റെ സഹകളത്രം, അതായത് തൻ്റെ ചക്കുളത്തി, നമ്മൾ പറയും ചക്കുളത്തിൻ്റെ തൊലാഖിനെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, രണ്ടാമത് ഒരാളെ ഒരു പെണ്ണിന് വിവാഹം അന്വേഷിക്കാതിരിക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ പെണ്ണിന് നിബന്ധന വെക്കുക, എന്ത്? നിങ്ങൾ ഓളോ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങളെ ഭാര്യയിക്കോളെന്ന് പറയാം. അതാണ് സഹോദരിയുടെ വിവാഹമോചനം ആവശ്യപ്പെടാൻ പാടില്ല പറയാനുള്ള കാരണം അതാണ്. എന്തിനാണത്? അതെ, കൂട്ടുകാരിയുടെ പാത്രം അത് നിനക്ക് മാത്രമാകുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് അല്ലാഹു റസൂൽ അതിന് കാരണമായി പറഞ്ഞത്. അതായത് അവൾക്ക് കൂടി കിട്ടേണ്ട ഭക്ഷണം എന്താണ്? നിനക്ക് മാത്രമാകും എന്നാണ് അതിൻ്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇത് പാടില്ല എന്നുള്ളതാണ്. എന്തേ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അടിമകൾ അവരാരായിരിക്കണം? ഈ പരസ്പരം ഇറപാർക്കാത്ത,
അതേപോലെ പരസ്പരം ചുഞ്ഞന്വേഷിക്കാത്ത, അതേപോലെ പരസ്പരം മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ അവരുടെ വിവരങ്ങൾ കേട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാത്ത, പാരവെക്കാത്ത അള്ളാഹുവിൻ്റെ ദാസന്മാരായി നിങ്ങൾ മാറണമെന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അത് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങളെ ഊഹങ്ങളിൽ നിന്ന് പലതിനെയും നിങ്ങൾ ഒഴിവാക്കണം. എന്താ കാരണം? ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, കാരണം അധിക ഊഹങ്ങളെയും ഒഴിവാക്കണം. ചില ഊഹങ്ങൾ പറഞ്ഞാൽ എന്താണ്? കുറ്റകരമാണ്. ഊഹത്തിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാണത്. രണ്ടാൾക്കാർ തമ്മിലൂടെ സംസാരിച്ചാൽ എൻ്റെ സംശയം എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒരു പിന്നെ പറ്റിയക്കാരം പറഞ്ഞതെന്നാണ്. ആ ഊഹങ്ങളിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യണത്? പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത്, മൂന്നാൾക്കാർ പിന്നെ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുത്തൻ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് 2 പേര് സ്വകാര്യം പറയാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താ സംശയം ഉണ്ടാകുക? സ്വാഭാവികം സംശയം ഉണ്ടാകും. ഒരു പെണ്ണിനെ പറ്റി പറയാനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ കേൾക്കാതെ പറയണത് എന്നാണ് ഉണ്ടാകുക. അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി നമ്മൾ ഒരുത്തൻ കേൾക്കുക, അല്ലെ അവന് അറിയാതെ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയായിരിക്കുക, അതെ ഈ പറഞ്ഞ ഇറവറക്കൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ചാരപ്പഴി എടുക്കാനുണ്ടെങ്കിലോ, അല്ലാഹു റസൂൽ പറയാം, വമനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, ആരെങ്കിലും ഒരാളെ സംസാരിക്കുന്ന സമയത്ത് അത് അവനിഷ്ടപ്പെടാതെ ആരെങ്കിലും അതിലേക്ക് ചെവി കൊടുക്കുകയാണെങ്കിൽ, ഇസ്തമഅ പറഞ്ഞാൽ ചെവി കൊടുക്കുക എന്നാണ്. അതായത് അറിയാത്തമായിരിക്കുക, കാണാത്തമായിരിക്കുക. എന്നിട്ട് എന്ത് വെച്ചാൽ അവർ പറയണത് എന്ത് ചെയ്യുക? അവർ കേൾക്കുക. അങ്ങനെ ചെയ്താലോ സുബ്ബ ഫീ ഉദ്നിഹി ലാൻകു യൗമൽ ഖിയാമ, അതിന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ എന്താ പറയുന്നത്? നാളെ പരലോകത്തെ അവൻ്റെ ചെവിയിൽ ഈയം അല്ലാഹു തആല ഉരുക്കി എടുക്കുമെന്നാണ്. എന്താ കാരണം? ഈ ഒരുക്കാനുള്ള കാരണം എന്താണ്? ഇവൻ്റെ ചെവി കൊണ്ടാണ് ഈ വേണ്ടാത്തരങ്ങൾ കേട്ടത്. വേണ്ടാത്തരമല്ല, കേട്ട് നല്ലതാണ്. പക്ഷെ അവനെന്ത് ചെയ്തു? ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ചാരപ്പണി നടത്തി. അതിന് മറ്റുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ട് ഈ ആളെന്ത് ചെയ്തു? അവരുടെ രഹസ്യ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ അറിയിക്കുകയുണ്ടായി. മറ്റൊരു റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്, വമനിസ്തമഅ ഇലാ കലാമി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം സംസാരിക്കുക എന്നാണ്. അതായത് നമ്മൾ കേൾക്കുന്നവർക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ നമ്മൾ വെച്ചാൽ അവിടെ നിന്നാണ് കേട്ടു. എന്നിട്ട് ആ വിവരങ്ങൾ നമ്മൾ എന്ത് വെച്ചാൽ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്താൽ ഖിയാമത്ത് അല്ലാഹു തആല അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്, വമനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വലഇജ്ബുഹും, അതായത് ആരെങ്കിലും ഒരാൾ മറ്റൊരുത്തരുടെ സംസാരങ്ങൾ കേൾക്കുകയാണ്, വലഇജ്ബു, അവർക്ക് ഇഷ്ടമല്ല ഇവൻ കേൾക്കുന്നത്, അവർക്ക് സന്തോഷമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ ഉദീബ ഫീ ഉദ്നിഹി അൽഅൻകു, അവൻ്റെ ചെവിയിലിട്ടിട്ട് അല്ലാഹു തആല ഈയം ഉരുക്കി ഒഴുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനാൽ ഇത് വലിയൊരു പാപമാണ്, വലിയൊരു കുറ്റമാണ്. മറ്റുള്ള നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ പിന്നെ നമ്മൾ കേൾക്കാൻ പാടില്ല, അത് നമ്മൾ അറിയാൻ പാടില്ല. നമ്മൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അവർ എപ്രകാരം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ കേൾക്കാൻ പാടില്ല. അങ്ങനെ കേട്ടുന്നുണ്ടെങ്കിലോ ആ വിവരം നമ്മൾ മറ്റൊരാളോട് പറയാനും പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം സംബന്ധമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരം ചാരന്മാരെ വധിക്കാനേ അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. ആ ചാരന്മാരെ വധിക്കാൻ മുത്തുനബി കൽപ്പിച്ചു എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമുക്കറിയിക്കുന്ന കാര്യമാണ്. നബിയുടെ അടുക്കലേക്ക് ഒരു ചാരനെ കൊണ്ടുവന്നു, മുശ്രിക്കിൽപ്പെട്ടയാളാണ്. അല്ലാഹു റസൂൽ യാത്രയിലാണ്. അപ്പോൾ ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമുകളുടെ അടുക്കൽ ഇങ്ങനെ വെല്ല കുത്തിരുന്നു, വെല്ലിങ്ങനെ അയാൾ ഇരുന്ന പിന്നെ അയാൾ എണീറ്റ് പോയി. അപ്പോൾ അല്ലാഹു റസൂലിനോട് പറഞ്ഞു, നബി അതേ ചാരനാണെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, തുരുബു ഫക്തുരു, നിങ്ങളെ തേടിപ്പോയിട്ട് പിടിച്ചോണ്ടരി, എന്നിട്ട് കൊന്നാളിന്നാ. അല്ലാഹു റസൂൽ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയം ആലോചിച്ചൊക്കെയാണ് നിങ്ങൾ. അപ്പം എന്താണ്? ആ വിഷയം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇബ്നു മസ്ഊദിൻ്റെ അടുക്കലേക്ക് ഒരാളെ കൊണ്ടുവന്നു, അതായത് നബിൻ്റെ കാലത്തിന് ശേഷം. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാം, ഈ അയാളെ പിന്നെ എന്താ പറയുക, താടിരോമത്തിലൂടെ കള്ളിങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ശിക്ഷിക്കണം എന്ന് പറയാനെ കൊണ്ടുവന്നത്. അബ്ദുൽ മസ്ഊദ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇന്നാഖദ് നുഹീന തജസ്സുസി, നമ്മൾ ഈ ചാരപ്പണി എടുക്കുക എന്നുള്ളത് നമ്മൾ വിരോധിച്ച കാര്യമാണ്. ഒരൊക്കെ യദ്ഹുറുലനാ ചെയ്യുൻ നഖുദുബി, പക്ഷെ നമുക്കൊരു കാര്യം വ്യക്തമായി ബോധ്യപ്പെടുകയാണെങ്കിലോ
നമ്മളവനെ പിടികൂടും ശിക്ഷിക്കുന്നതാണ്. ഒരേ രഹസ്യമായി ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ കണ്ടെത്തിക്കാണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായി. അബൂ മീജൻ സഖഫി എന്ന ആളുണ്ടായിരുന്നു, വലിയ കള്ളുടിയനായിരുന്ന ആൾ. മൂപ്പനാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇദാമിത്തു ഫതുഫുന്നീല ജംബി കർമ്മത്തി തുറവിയ ലാമി ബഅദ മൗതി ഉറൂഖഹ ഫലാ തദ്ഫുനന്നി ഫീ ഫലാത്തിൻ ബസീതത്തിൻ അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖഹ. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഒരു മുന്തിരി വള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടണം. മുന്തിരി വന്നാൽ കള്ളുണ്ടാക്കുക, കാരണം കള്ള് ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ മണ്ണിൽ കിടന്ന് ദ്രവിച്ചു പോയാലും എൻ്റെ ഈ എല്ലുകൾ ആ മുന്തിരിയുടെ ചാറിങ്ങനെ ഊറ്റിക്കുടിക്കട്ടെ എന്ന് വസിയത്ത് ചെയ്ത് പാടിപ്പോയ ആളാണ് ഈ അബൂ മീജൻ സഖഫി. അദ്ദേഹം ഒരിക്കൽ ഉമറുല്ലാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഉമറുല്ലാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ആരോ പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ വെച്ചിട്ട് കള്ളു കുടിക്കുന്നുണ്ട് നബിയെ, അല്ല ഉമറെ എന്ന് പറയാം. ആ സമയത്തിൽ അബൂ മീജൻ സഖഫിൻ്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു തആല കയറി ചെല്ലുക. ഉമർ ആരാ നമുക്കറിയാം. ഉമറിൻ്റെ അടുക്കലേക്ക് ഉമറിൻ്റെ അടുക്കൽ ഒരു കേസ് ഇട്ടില്ല, എന്താ ചെയ്യുക എന്നുള്ളത് അറിയാം അല്ലേ. ഉമർ അങ്ങനെയാണ്, നമുക്കറിയാലോ. ഉമറുല്ലാഹിൻ്റെ അടുക്കൽ ഒരു ടീം ഒന്നാണ്ട് അറിഞ്ഞ് അവർ മോഷ്ടിച്ചതാണ്. അപ്പോൾ അവൻ്റെ ന്യായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മോഷ്ടിക്കണമെന്നുള്ള പടച്ചോൻ്റെ വിധിയാണ്. ഉമറുല്ലാഹിൻ്റെ മറുപടി, അങ്ങനെ ഇജ്ജ് മോഷ്ടിക്കണം, എൻ്റെ കൈ ഒട്ടണം എന്നുള്ള പടച്ചോൻ്റെ വിധിയാണ്. അത് എന്നെക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ആകണം എന്നുള്ള പടച്ചോൻ്റെ മറ്റൊരു വിധിയാണ്. അത് ഉമർ റളിയല്ലാഹു തആല. അപ്പോൾ ആ ഉമർ റളിയല്ലാഹു തആല അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ആ സന്ദർഭത്തിൽ കള്ളുകൂടിയനായിരുന്ന അബൂ മീജൻ സഖഫി പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഇന്ന ഹാദാ ലാ യഹ്ലു ലക. അമീറുൽ മുഅ്മിനീൻ, ഇത് നിങ്ങൾക്ക് അനുവദനീയമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രഹസ്യമായി നടക്കുന്ന കാര്യമാണ്. ഖദ് നഹല്ലാഹു അൻ തജസ്സുസി, അല്ലാഹു തആല ഇത്തരം ചാരപ്പണിയെ പടച്ചുറബ് ചെയ്തിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. ഫഖാല ഉമർ, അപ്പോൾ അല്ലാഹു പറഞ്ഞു, മാ യഖൂലു ഹാദാ, എന്താണ് ഇദ്ദേഹം പറയണത്, എന്താണ്? ആ സമയത്ത് സെയ്ദ് ബിൻ സാബിത്തും അബ്ദുറഹ്മാൻ ഇബ്നു അൽഖം റളിയല്ലാഹു തആല പറഞ്ഞു, സദഖ യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ മിന തജസ്സുസി. അത് അമീറുൽ മുഅ്മിനീൻ, ഇത് ചാരപ്പണിയിൽപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തെ ശിക്ഷിക്കാതെ പോയിന്നാണ്. കാരണം എന്താണ്? കള്ളു കുടിക്കുന്ന തെറ്റായത് കൊണ്ടല്ല, തെറ്റല്ല എന്നല്ല, തെറ്റ് തന്നെ. പക്ഷെ അദ്ദേഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യമായിട്ടാണ്. ആ രഹസ്യമായി അയാൾ ചെയ്യുന്ന തെറ്റ് ചാരപ്പണിയിലൂടെ അറിയാനുള്ള മാർഗം, ആ മാർഗം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തെ ശിക്ഷിക്കാതെ പോയത് എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മളെന്തിനാ മറ്റുള്ള ആൾക്കാരുടെ തെറ്റുകൾ നമ്മൾ നോക്കുന്നത്? ഖുർആനിലെ 2 ആയത്തുണ്ട്. ഒന്നാമത്തെ ജുസ്ഇൽ 134-ാമത്തെ ആയത്തും 141-ാമത്തെ ആയത്തും സൂറത്ത് ബഖറയിലെ തിൽക ഉമ്മത്തുൻ, അതൊരു സമുദായമാണ്, അതൊരു ഉമ്മത്താണ്. ഖദ് ഖലത്ത് ലഹാ മാ കസബത്ത്, അവർ സമ്പാദിച്ചതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാകും, അതവർ കഴിഞ്ഞു പോയി. വലക്കും മാ കസബത്തു, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അവർ ചെയ്തതിൻ്റെതോ അവരനുഭവിച്ചോളും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കില്ല. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഒരുത്തൻ്റെ രഹസ്യം മനസ്സിലാക്കി, അവൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് അവനങ്ങനെ വലിയൊരു വിചാരണക്ക് കൊണ്ടുവരുന്ന രൂപമുണ്ടല്ലോ, അത് അനുവദനീയമല്ല എന്നർത്ഥം. അത് നമുക്ക് യോജിച്ചതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി തെറ്റാണെങ്കിൽ അങ്ങനെ ഒഴികെ എപ്പോഴാണ് ഇസ്ലാമിക് സ്കോളർ ശിക്ഷ നടപ്പൊക്കെ എപ്പോഴാണ്? 2 സന്ദർഭത്തിലാണ്. ഒന്നുകിൽ അയാൾ പരസ്യമായി തെറ്റ് ചെയ്യണം. അത് റസൂൽ എന്താ പറഞ്ഞത്? റസൂലിൻ്റെ വാക്കിതാണ്, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എൻ്റെ സമൂഹത്തിൽ ആര് തെറ്റ് ചെയ്താലും അള്ളാഹ് പുറത്തു കൊടുക്കും, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒഴികെ. പരസ്യമായി തെറ്റ് ചെയ്താലും ശിക്ഷ നടപ്പാക്കും, അത് ആവശ്യമാണ്. രണ്ടാമത്തെ എപ്പോഴാണെന്നുണ്ടെങ്കിൽ അയാൾ സ്വയം വന്ന് അംഗീകരിക്കുമ്പോഴാണ്, എന്താ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്നെ ശിക്ഷിക്കണം എന്ന് പറയുമ്പോഴാണ് ഇസ്ലാമിക് കോളേജ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, ശിക്ഷ നടപ്പാക്കൽ അപ്പോഴാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ടാവുക? അപ്പോൾ അവരുടെ രഹസ്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് എന്നിട്ട് അവരെങ്ങനെ ക്രൂശിക്കുക എന്നുള്ളത് നമുക്ക് അല്ലാഹു ചെയ്തിട്ടില്ല, അതിനുള്ള അനുവാദം നൽകിയിട്ടില്ല. അപ്രകാരം ഓരോരുത്തരും മറ്റോരോരുത്തരെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ചിറങ്ങി എന്താ ഉണ്ടാവുക? ആലോചിക്കുക. അതാ പറഞ്ഞത്, ആരെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ഉണ്ടാവുക. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നൊക്കെ ഇത്തബഅത ഔറാത്തിന്നാസി അവസരത്തും, നീ ജനങ്ങളുടെ ഈ ഔറത്ത് ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി പോയാൽ, ഔറത്താണ് ന്യൂനത, അത് പരിശോധിക്കാൻ വേണ്ടി പോയാൽ നീ അവരെ കുഴപ്പത്തിലാക്കുന്നതാണ്. ആർക്കാ കുറ്റങ്ങളില്ലാത്തത്? ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? ആർക്കാ തെറ്റുകൾ ചെയ്യാത്തവരാരാ? എന്ത് എന്താണ് റസൂൽ പറഞ്ഞത്?
എൻ്റെ ഉമ്മത്തുകൾ മുഴുവനും തെറ്റുകൾ ചെയ്യുന്നവരാണ്. നല്ലവരാരാ? ന്യായീകരിക്കുന്നവരല്ല, അതിനെ നിഷേധിക്കുന്നവരുമല്ല. പിന്നെ ആരാണ്? അത് പിന്നെ പക്ഷാന്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പം അയാൾ പക്ഷാന്തപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിലോ കോടതിയുടെ അടുക്കിലെത്തിയാൽ ശിക്ഷ നടപ്പാക്കും. പക്ഷെ അതിന് മുമ്പ് അയാൾ പക്ഷാന്തപിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിലോ ഒരു കുറ്റമല്ല, അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം. അള്ളാഹ് റസൂലിൻ്റെ അടുക്കലേക്ക് വന്നില്ലേ ഒരു പിന്നെ മായിസ് റളിയല്ലാഹു തആല അൻഹു, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങളെന്നെ എറിഞ്ഞു കൊല്ലണം എന്നാണ്. അള്ളാഹ് റസൂല് മുഖം തിരിച്ചു, പക്ഷാന്തപിച്ച് മടങ്ങിക്കോട്ടെ വിചാരിച്ചിക്കാണ്ടാണ്. വീണ്ടും മുഖം തിരിച്ച ഭാഗത്തേക്ക് വന്നു, നബി നിങ്ങളെന്നെ എറിഞ്ഞു കൊല്ലണം. അള്ളാഹ് റസൂൽ ചോദിച്ചു, എന്തിന്, എന്താ ചെയ്തത്, എന്താണ് ഇങ്ങനെ തെറ്റ് സംഭവിച്ചു പോയി നബി എന്നാണ്. അപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞു, ഇജ്ജ് മടങ്ങിപ്പോ, അള്ളാഹിനോട് പക്ഷാന്തപിക്ക്, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്ത് എന്ന് പറഞ്ഞ് മടക്കി വിട്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് അയാൾ ആ പക്ഷാന്തപിച്ച് ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത്തായിബു മിന ദംബി കമല്ലാ ദംബലന, ഒരു കുറ്റത്തിൽ നിന്ന് പക്ഷാന്തപിച്ച് മടങ്ങുന്നയാൾ ഒരു കുറ്റവും ചെയ്യാത്തവനെ പോലെയാണെന്നാണ് റസൂലുള്ളാഹിന്റെ വാക്കെന്നാണ്. അപ്പോൾ അയാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ കൂടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആളുകളുടെ ഔറത്തിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നീ അവരെ കുഴപ്പത്തിലാക്കുമെന്നാണ് റസൂലുള്ളാഹിന്റെ വാക്കതാണ്. നബി ഒരിക്കൽ മിമ്പറിൽ കയറി ശബ്ദം ഉയർത്തി വിളിച്ചു പറയാം, അള്ളാഹ് റസൂല് മെല്ലനെയല്ല, പതുക്കല്ല, അള്ളാഹ് റസൂല് വലിയ ശബ്ദത്തിൽ പറയാം. അതായത് നബി ശബ്ദത്തിൽ പറയുമ്പോൾ എന്തുണ്ടാകും? അതിന് പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ. റസൂൽ പറയുന്നുണ്ടോ, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യുഫ്ദിൽ ഈമാൻ ഇലാ ഖൽബിഹി, അല്ലയോ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച മുസ്ലിമേ, ഈമാൻ മനസ്സിലേക്ക് കടന്നു ചെന്നിട്ടില്ലാത്ത മുസ്ലിമേ, ലാ തൂദിൽ മുസ്ലിമീന, നിങ്ങളെ ഈ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്, വല തുഅയ്യിറു, നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്, വല തത്തബി ഔറാത്തവും, അവരുടെ ഔറത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്, അത് നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. കാരണം എന്താണ്? ആരെങ്കിലും ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ, മുസ്ലിമായ തൻ്റെ കൂട്ടുകാരൻ്റെ ഔറത്തിനെ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ നാളെ പരലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തത്തബഉല്ലാഹു ഔറതഹു യൗമൽ ഔറതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇവൻ്റെ ഔറത്തിൻ്റെ പിന്നാലെയും പോകും. ആർക്കാ ന്യൂനതയില്ലാത്തത്? ആർക്കാ? പക്ഷേ നമ്മൾ മറ്റൊരുത്തിന് ന്യൂനത നോക്കുകയാണെന്നുണ്ടെങ്കിലോ അള്ളാഹ് നമ്മളെ ന്യൂനത നോക്കുക എന്ന് പറയുന്നത് യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലാണത്. അങ്ങനെ ഖിയാമത്ത് നാളെങ്ങാനും പടച്ച റബ്ബ് നമ്മുടെ പിന്നെ ഔറത്ത് നോക്കി നടന്നാൽ എന്താ ഉണ്ടാകുക? അള്ളാഹ് പറയാം, യഫ്ളഹുഹു, അവൻ അല്ലാഹു തആല വശലാക്കും, വലൗ ഫി ജൗഫി റഹ്ലി, അവനവൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും. മറ്റൊരാളെ തെറ്റി നമ്മൾ അറിഞ്ഞു, ആരാ തെറ്റ് ചെയ്യാത്തവരാരാ? നമ്മളത് മൂടി വെക്കുക, എന്നിട്ട് മറ്റൊരുത്തരെ തെറ്റി നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? സമൂഹത്തിലേക്ക് ഇടുക, വാട്സപ്പിലിട്ടു, ഫേസ്ബുക്കിലിട്ടു, എല്ലായിടത്തും അറിഞ്ഞു, നമ്മളുടെ അവിടെ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും മുസ്ലിമിൻ്റെ തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും ഒരാൾ അങ്ങനെ പുറത്തിട്ടിട്ടുണ്ടെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്ന പറയുന്നത്? അവൻ്റെ റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും, മറ്റൊരു ഹദീസിലെ പ്രകാരമാണ്, ഹത്ത യഫ്റഹു ഫി ബൈത്തി, അവനവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ്, അവിടെ വെച്ച് പോലും അല്ലാഹു തആല വശലാക്കുന്നതാണ്. എന്താ കാരണം? ഇവനെ മറ്റോന് കൊടുത്തതാണ്, മറ്റോനുണ്ടാക്കിയത് അങ്ങനെയാണ്. അതിനാൽ നമ്മളൊരുത്തൻ്റെ അവൻ്റെ വേസ്റ്റ് മാന്താൻ നമ്മൾ പോകേണ്ടെന്നർത്ഥം. മറ്റൊരു ഹദീസിലുള്ളത് ഇപ്രകാരമാണ്. നബി ഒരിക്കൽ ഒരു ളുഹ്ർ നമസ്കാരം കഴിഞ്ഞു ദേഷ്യപ്പെട്ടു. നബിക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട് മുത്തുനബിൻ്റെ മുഖത്ത്. ആ ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു റസൂൽ വിളിച്ചു പറഞ്ഞ ഇപ്രകാരമാണ്, യാ മഅ്ശറ മൻ അസ്ലമ വലം യദ്ഖുൽ ഈമാനു ഫീ ഖൽബിഹി, മനസ്സിലേക്ക് ഈമാൻ കടന്നു ചെല്ലാതിരിക്കുകയും എന്നാൽ നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മുസ്ലിമേ, ലാ തുദുമുൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കരുത്, വലാ തത്ലുബു ഔറാത്തിഹിം, അവരെ ഔറത്തുകൾ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. കാരണം എന്താണ്? ഫഇന്നഹു മൻ യത്ലുബു ഔറത അഖീഹി മുസ്ലിം, കാരണം ഏതെങ്കിലും ഒരാളെ അവൻ്റെ കൂട്ടുകാരനായി മറ്റൊരു മുസ്ലിമിൻ്റെ ഔറത്തിൻ്റെ പിന്നാലെ പോയി അത് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലോ ഹത്തക്കല്ലാഹു സിത്ര, അല്ലാഹു തആല അവൻ്റെ മറ പൊളിച്ച് പിച്ച് ചെയ്തു. ഹത്തക്കറ പിച്ച് ചെയ്തതാണ് അല്ലാഹു തആല ഇവൻ്റെ മറ പൊളിച്ച് പിച്ച് ചെയ്തു. എന്നിട്ടോ വഅബ്ദ ഔറതഹു, എന്നിട്ട് അല്ലാഹു തആല അവൻ്റെ ഔറത്തിനെ വെളിവാക്കും. വലൗകാന ഫീ സിത്രി ബൈത്തി, അവനവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും. നമ്മൾ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ന്യൂനതകൾ പുറത്തുകിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി സന്ദേശം ഒരിക്കലും ഉണ്ടാവുക, ദുരുദ്ദേശമാണ് ഉണ്ടാവുക. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും അല്ലാഹു നമ്മളെ മറ പിച്ച് ചീന്തുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരുത്തൻ്റെ ഇത് പറയുമ്പോഴേ, മറ്റൊരുത്തൻ്റെ നമ്മൾ വഷളാക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ അതാരും നമ്മളല്ലാത്ത ഏതൊരാളുകാണെങ്കിലും
മകൻ്റെതാണെങ്കിലും ബാപ്പൻ്റെതാണെങ്കിലും മകളുടേതാണെങ്കിലും ആരുടേതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അയൽപ്പക്കക്കാരൻ്റെതാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരുത്തൻ്റെ ന്യൂനത നമ്മൾ മറച്ചേക്കാണ് വേണ്ടത്, മറച്ചു വെക്കുക. ഇവരെ അനീസുഖങ്ങൾ മൻ വസ്അല മക്രൂബിൻ കുർബത്തൻ ഫി ദുനിയ വസ്അ അല്ലാഹു അലൈഹി കുർബത്തൻ ഫിൽ ആഖിറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നമ്മൾ അവനെ സഹായിക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല നമ്മളെ സഹായിക്കും പരലോകത്തിൽ. അതല്ലേ നമുക്ക് വേണ്ടത്. ദുനിയാവിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ബുദ്ധിമുട്ട് നമ്മൾ അവനെ സഹായിക്കുകയാണ്. അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ പരലോകത്ത് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേ പടച്ചറമ്പിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവുക. എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അതാണ്. മറ്റൊരാളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മുടെ ശത്രുവായിരിക്കും, നമ്മുടെ എതിർപക്ഷത്തായിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടാത്തവനായിരിക്കും, എന്താണെങ്കിലും ശരി, അവൻ്റെ ഒരു ന്യൂനത നമ്മൾ മറച്ചു വെച്ചോ അള്ളാഹ് നമ്മുടെ ന്യൂനതയും മറച്ചു വെക്കുകയാണ്. അവൻ്റെ നമ്മളിട്ട് പുറത്തേക്ക് ഇട്ടോ എന്നാൽ അള്ളാഹ് നമ്മളതും പുറത്തേക്ക് ഇടുക. അവൻ്റെ നമ്മളെ പുറത്തേക്കുണ്ട് നമ്മളെ വാക്ക് കാരണത്താൽ അല്ലെങ്കിൽ നമ്മളെ വാക്കിന് ഒരു വിശ്വാസത ഇല്ലാണ്ടെങ്കിൽ എല്ലാവരും വിശ്വസിക്കൂല. പക്ഷെ പടച്ചോ വഷളാക്കാൻ വിചാരിച്ചാലോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒമൻ സത്ര ഔറത്ത മുസ്ലിം വിദ്ദുനിയ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ന്യൂനതയെ ഒരാൾ മറച്ചു വെച്ചാൽ എവിടെ? ഫിദ്ദുനിയ, ദുനിയാവിൽ മറച്ചു വെച്ചാലോ സത്രല്ലാഹു ഔറത്തു ഫിൽ ആഖിറ, അല്ലാഹു തആല പരലോകത്തിൽ അവൻ്റെ ന്യൂനതയെ മറച്ചു വെക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുത്തൻ്റെ ന്യൂനത നമ്മൾ മറച്ചെടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളത് മറച്ചെടുക്കാം. അതേപോലെ ഒരുത്തൻ്റെ പ്രയാസങ്ങളെ നമ്മൾ നീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണെന്നുണ്ടെങ്കിലോ അള്ളാഹ് നമ്മുടെ പ്രയാസങ്ങളെ സഹായിക്കാൻ വേണ്ടി നീങ്ങുക. മനസ്സിലായില്ലേ? രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഘടനകൾ തമ്മിൽ ഭിന്നിക്കുമ്പോൾ, സംഘടന തന്നെ ഭിന്നിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ തെറ്റുമ്പോൾ ഒക്കെ ഉണ്ടാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതിനാ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറച്ചെടുക്കുക. നിങ്ങളുടെ അള്ളാഹു റസൂൽ പറയാം, വല്ലാഹു ഫീ ഔനിൽ മർഇ മാ കാന ഫീ ഔനി അഖീ. ഒരാളെ അള്ളാഹു സഹായിച്ചു കൊണ്ടേയിരിക്കും. എത്ര കാലം എന്നറിയുങ്ങൾ? അവൻ മറ്റൊരുത്തനെ സഹായിക്കുന്നിടത്തോളം കാലം. ഒരാൾ മറ്റൊരുത്തനെ സഹായിക്കുന്നിടത്തോളം കാലം, ഒരാൾ മറ്റൊരുത്തനെ സഹായിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും? അള്ളാഹു തആല അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്ന. അത് വല്ലാത്തൊരു വാക്കാണ്. ആലോചിച്ച് നോക്കിയാണ്. ഒരാളെപ്പോൾ നമ്മൾ സഹായിക്കുകയാണ്, ചിലപ്പോൾ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് മാത്രം മതി ഒരാളെ സഹായിക്കാൻ, അല്ലേ? അതല്ലെങ്കിൽ ചിലപ്പോൾ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളവൻ്റെ കൂടെ നിന്ന് പോയി കൊടുക്കുക. ഏത് രൂപത്തിലുള്ള സഹായമാണെങ്കിലും അല്ലാഹു തആല നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത്, എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി അവൻ്റെ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ്റെ കൂടെ പോകലാണ് എൻ്റെ ഈ പള്ളിയിൽ 1 മാസം ഭജനമിരിക്കുന്നതിനേക്കാളേറെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. ഏതാണ് ആ പള്ളി? ഏതാണ്? മദീനത്തെ പള്ളിയാണ്. അവിടുന്ന് ഒരു നേരം നിസ്കരിച്ചാൽ എന്താ ശ്രേഷ്ഠത? എന്താണ്? 1000-ൽ പരം ശ്രേഷ്ഠതയാണ്. അവിടെ 1 മാസം എത്തിക്കാഫിരിക്കുന്നതിനേക്കാളേറെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ പോകലാണെന്നാണ്. എന്താ കാരണം? എന്താണ്? സഹായിക്കലാണ്. അവന് ഇതാണ്. നിങ്ങളാലോചിക്ക്, നമ്മൾ അങ്ങേറ്റം കുടുങ്ങുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൽ മറക്കൂല. നമ്മൾ അങ്ങേറ്റം വിശക്കുന്ന സമയത്ത് നമുക്കൊരു ഭക്ഷണം നൽകിയത്, നമ്മൾ രോഗിയായി കിടന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല, ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ച് നമ്മൾ അന്വേഷിച്ചത്, അല്ലെങ്കിൽ നമ്മളൊന്ന് വിസിറ്റ് ചെയ്തത്, സന്ദർശിച്ചത്, അല്ലെങ്കിൽ നമ്മളോട് ആ വിവരം ഒന്ന് അന്വേഷിച്ചത്, അല്ലേ? അല്ലെങ്കിൽ ആ സമയത്ത് കുടുങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ആശുപത്രി ബില്ല് അടിച്ചത്. ഇങ്ങനെ ഓരോ രൂപത്തിലുള്ള സഹായങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കാര്യങ്ങളാണ്. ചിലപ്പോൾ 5 പൈസ ഉണ്ടാവില്ല, അതിനൊക്കെ സാമ്പത്തികമായ ഒരു ഇതില്ല. പക്ഷെ നമ്മൾ കുടുങ്ങിയ സമയത്ത് ഒരു 50 രൂപ, വളരെ ചെറിയൊരു സഹായം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യൂല, ഒരിക്കലും മറക്കൂല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല പറഞ്ഞു, അദ്ദേഹം ഒരു പ്രസിദ്ധനായ താബിഈയാണ്. അദ്ദേഹം പറയാം, മൻ അറാദ യസ്തരിമിൽ ഗീബത്തി, ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താ ഗീബത്ത് പറഞ്ഞാൽ? മറ്റൊരാളെക്കുറിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയലാണ്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലോ ഫലിസുദ്ദാല നഫ്സി ബാബുനൂനി, അയാൾ ചെയ്യേണ്ടത് ഊഹങ്ങളുടെ വാതിലുകൾ അടക്കുകയാണ് വേണ്ടത്. ഊഹങ്ങളുടെ വാതിലുകൾ അടക്കുക. എന്താ കാരണം? ഊഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? അയാൾ ഗീബത്ത് പറയും. അപ്പോൾ ഗീബത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഫമൻ സലിമ മിനൽ ദന്നി, അങ്ങനെ ആരെങ്കിലും ഒരാൾ ഊഹത്തിന് രക്ഷപ്പെട്ടാലോ സലിമ മിന തജസ്സുസി,
അയാൾ ഈ ചുഴിഞ്ഞന്വേഷിക്കുന്ന അല്ലെങ്കിൽ ചാരപ്പണിയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഒമൻ സലിമമിനെ തജസ്സുസി, എന്നാൽ ആരെങ്കിലും ഒരാൾ ഈ തജസ്സുസിൽ നിന്ന്, ചാരപ്പണിയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാലോ സലിമമിനെ ഗീബത്തി, അയാൾ ഗീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഒമൻ സലിമമിനെ ഗീബത്തി, ആരെങ്കിലും ഗീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ സലിമമിനെ സൂരി, അയാൾ ഏഷണിയിൽ നിന്ന് അല്ലെങ്കിൽ കളവിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. ഒമൻ സലിമമിനെ സൂരി, ആരെങ്കിലും ഒരാൾ ഏഷണിയിൽ നിന്ന് അല്ലെങ്കിൽ കളവിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിലോ സലിമവിൽ ബുഹ്താനി, അവനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെന്നാണ്. അതിനാൽ നമ്മൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ചെയ്ത നന്മകളെല്ലാം മറ്റൊരുത്തനെക്കുറിച്ച് അവൻ്റെ ന്യൂനതകൾ പുറത്തു പറഞ്ഞ കാരണത്താൽ ഇല്ലാതെ പോകുവാനുണ്ടെങ്കിൽ എന്ത് നമ്മൾ നേടിയതെന്താണ്? എന്ത് നമ്മൾ നേടിയെടുത്തു? എല്ലാം നമ്മൾ മറ്റൊരു കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു വരാൻ പറ്റിയ നബിസ്വല്ലം പറഞ്ഞത് മുഫ്ലിസാണ് പറഞ്ഞത്, പാപ്പരായെന്ന് നബിസ്വല്ലം പറഞ്ഞത് അവനെ പറ്റിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്ത രാത്രിയുടെ എന്താ പറയുക സുബഹിൻ്റെ സമയത്ത് നമ്മൾ എണീറ്റ് പോയി പള്ളിയിൽ പോയി നമസ്കരിച്ചത്, അതേപോലെ ആ നമസ്കരിച്ച നമ്മളെ തറാവി നമസ്കാരം, തഹജ്ജുദ് നമസ്കാരങ്ങൾ, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇല്ലാതെയാകുകയാണ്. അതിനാൽ അങ്ങനെ നമ്മൾ ഒരിക്കലും ആ ഒരു തെറ്റ് നമ്മുടെ മക്കളിൽ സംഭവിക്കാൻ പാടില്ല. മറ്റൊരു പാപമാണ് ശപിക്കുക എന്നുള്ളത്. മറ്റൊരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനെ ശപിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. ശപിക്കുക എന്നുള്ളത് ഞാൻ പറയാം. നിസ്സലം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസി ഒരിക്കലും ശപിക്കുന്നവനാകരുതെന്നാണ്. അതെന്തിനെ ശപിക്കുകയാണെങ്കിലും ശപിക്കാൻ അർഹത ആർക്ക് മാത്രമേ ഞങ്ങൾ പടച്ച റബ്ബിന് മാത്രമാണ്. അത് ശപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്ത് നിസായിലെ 47-ാമത്തെ ആയത്ത്, ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരം പറഞ്ഞു ജൂതന്മാരോട്. അവർ മീൻ പിടിച്ചൊക്കെയല്ല, അവർ ചെറിയ തോടുണ്ടാക്കിയിട്ട് ആ തോട്ടിലേക്ക് മീൻ വന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ വഴിയടച്ചു. പിറ്റേന്ന് വന്നിട്ട് മീൻ പിടിച്ചു. അവരല്ലാത്തവരെ ശപിച്ചു. അതേപോലെ ബനൂ ഇസ്രായേലിൽ നിന്ന് കരാർ ലംഘിച്ച ആളുകളെ പടച്ചറബ് ശപിച്ചിട്ടുണ്ട്. ഇത് പറയണമെന്ന് വെച്ചാൽ അതേ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അള്ളാഹുത്തല ശപിക്കും. അത് പറയാനാ. അപ്പോൾ ബനൂ ഇസ്രായേൽ റബ്ബിനോട് ചില കരാറുകൾ ഉണ്ടായിരുന്നു. ആ കരാർ ലംഘിച്ചപ്പോൾ അള്ളാഹുത്തല അവരെ ശപിച്ചു. അതേപോലെ വിശ്വാസിയെ മനഃപൂർവ്വം വധിക്കുന്ന ആളുകൾ അള്ളാഹുത്തല ശപിക്കും. വിശ്വാസിയെ കൊല്ലുന്നവനെ മനഃപൂർവ്വം കൊല്ലുക, അവനെ ശപിച്ചു. അതേപോലെ പിശാചിനെ അള്ളാഹുത്തല ശപിച്ചിട്ടുണ്ട്. ശൈത്താനെ, കാഫിറുകളെ ശപിച്ചിട്ടുണ്ട്. ജിബുത്തിനും തോമത്തിനും വിശ്വസിക്കുന്ന ആളുകൾ ആരാ? ജിബുത്ത് തോമത്താൽ ദുർമൂർത്തികൾ, അള്ളാഹുവില്ലാതെ ആരാധിക്കപ്പെടുന്ന ആ ആരാധനയിൽ അവർക്കിഷ്ടമുണ്ടെങ്കിൽ അവരാണ് തോമത്ത് എന്നറിയാം. എങ്ങനെ? അള്ളാഹുവില്ലാതെ ആരാധിക്കപ്പെടുക, ആ ആരാധിക്കപ്പെടുന്നതിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നുവെച്ചതർത്ഥം അള്ളാഹുവില്ലാതെ ആരാധിക്കപ്പെടുക. അങ്ങനെ ഈ അള്ളാഹുവില്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകൾ എല്ലാവരും ശപിക്കപ്പെട്ടവരല്ല. ഈസാ നബിയാണല്ലോ ലോകത്തെ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്നത്. ശപിക്കപ്പെട്ടവനാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷേ അതാണ് ആ ആരാധനയ്ക്ക് എന്ത് ചെയ്യണം? ഇഷ്ടമുണ്ടാകണം. അപ്പോഴാണ് എന്താവുക? അത് തോകുത്തായിട്ട് മാറുക. അതേപോലെ അള്ളാഹുവിനെ ശപിച്ച വിഭാഗമാണ് കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും അള്ളാഹുവിനെ എന്നിട്ട് ശപിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും പിന്നീട് അവൻ്റെ പ്രവാചകനെയും ഉപദ്രവിക്കുന്ന ആളുകളെ അത് ശപിച്ചിട്ടുണ്ട്. അതേപോലെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ അള്ളാഹുവിനെ എന്നിട്ടുണ്ട് ശപിച്ചിട്ടുണ്ട്. ബന്ധം മുറിക്കുന്ന ആളുകൾ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. മുശിരിക്കിനെയും മുശിരിക്കത്തിനെയും അള്ളാഹുവിനെ ശപിച്ചിട്ടുണ്ട്. പടച്ചറബിൽ പങ്കുചേർക്കുന്ന പുരുഷനെയും സ്ത്രീയെയും. അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ആയത്തുകൾ മറച്ചു വെക്കുന്ന ആളുകളെ, മതപരമായ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകളെ അള്ളാഹുവിനെ ശപിച്ചിട്ടുണ്ട്. അതേപോലെ യദുല്ലാഹി മഗ്ലൂല, പടച്ചോൻ്റെ കൈ പറഞ്ഞാൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, പടച്ചോ പിശുക്കനാണ് എന്ന് പറഞ്ഞ ആൾക്കാർ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതേപോലെ നല്ലവരായ സ്ത്രീകളെക്കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞുണ്ടാക്കുന്ന ആളുകളെ അള്ളാഹുവിനെ ശപിച്ചിട്ടുണ്ട്. കളവ് പറയുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതേപോലെ വിശ്വാസത്തിന് ശേഷം അവിശ്വസിച്ചവരെ, വിശ്വാസിയായിരുന്നു പിന്നെന്ത് ചെയ്തു? അവിശ്വസിച്ചു, അവരെയും അള്ളാഹുതആല ശപിച്ചിട്ടുണ്ട്. അക്രമികളെ പടച്ചറബ് ശപിച്ചിട്ടുണ്ട്. അതേപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ അള്ളാഹുതആല ശപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശപിക്കാനുള്ള അർഹത ആർക്കാച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് മാത്രമാണ്. പിന്നെ വഹി അനുസരിച്ച് ആ വഹി കിട്ടുന്ന മുത്ത് ലഭിക്കും. അത് അള്ളാഹിൻ്റെ സമ്മതപ്രകാരമാണ്. റബ്ബ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശപിച്ചത്.
അതെല്ലാം എന്ത് ചെയ്യാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. അത് ശപിച്ചല്ലോ, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅദ്ദ ലഹും സഈറ. അല്ലാഹു തആല കാഫിറുകളെ ശപിച്ചു. അവർക്ക് അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്, കഠിന കഠോരമായ കത്തിജ്വലിക്കുന്ന നരകമാണ് റബ്ബർക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ഖാലിദീന ഫീഹാ അബദ, അവർ ശാശ്വതരാണ്. ലാ യജിദൂന വലിയ്യൻ വലാ നസീറ, അവർക്ക് അവരെ സഹായിക്കാൻ ഒരു സഹായിയെ റബ്ബിനെ കൂടാതെ ഒരു രക്ഷാധികാരി അവർ കണ്ടെത്തുകയില്ല. എന്നാണത് യൗമ തുഖല്ലു വുജൂഹും ഫിന്നാരി, നരകത്തിലെ അവിടെ മുഖങ്ങൾ ഇങ്ങനെ കീഴ്മേൽ മറിയുമ്പോൾ യഖൂലൂന, അപ്പോൾ അവർ പറയും, യാ ലൈതന അതഅന അല്ലാഹ വഅതഅന റസൂല, ഞങ്ങൾ അള്ളാഹുവിനെയും പിന്നീട് അവൻ്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നാൽ മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് പറഞ്ഞത്, മനസ്സിലായില്ലേ? അതായത് അള്ളാഹുവിനെ പിൻപറ്റുക അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അള്ളാഹിൻ്റെ ഹബീബിനെ പിൻപറ്റുക അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. നാളെ പരലോകത്ത് ഈ ആളുകൾ ഖേദിക്കുകയാണ്, ഞങ്ങൾ പടച്ചവൻ്റെ ആൾക്കാരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞങ്ങൾ ആ മുത്തുനബിനെ പിൻപറ്റുന്ന ആൾക്കാരായിരുന്നു എത്ര നന്നായിരുന്നേനെ. വഖാലു റബ്ബനാ ഇന്ന അതൈനാ സാദത്തനാ വകുബറാഅന, ഞങ്ങൾ അള്ളാഹിൻ്റെ പിന്നാലെ അല്ല പോയത്, ഖുർആൻ്റെ ആൾക്കാരായില്ല, ഞങ്ങൾ പ്രവാചകൻ്റെ പിന്നിൽ പോയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തത്, ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളിലുള്ള വലിയവരെന്ന് ഞങ്ങൾ വിചാരിച്ച ആളുകളെയുമാണ് ഞങ്ങൾ പിന്തുടർന്നത്. ഫഅദല്ലൂന സബീല, അവരാണ് ഞങ്ങളെ ഈ വഴിപഴപ്പിച്ചത്. അതിനാൽ റബ്ബനാ ആതിഹിം ളിഅഫൈൻ മിനൽ അദാബി, പടച്ചോനെ ഞങ്ങൾക്ക് നൽകുന്നതിനേക്കാളേറെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ റബ്ബേ. വലഅൻഹും ലഅൻ കബീറ, അവർ ഞങ്ങേറ്റ് ശപിക്കുകയും ചെയ്യണമെന്നാണ്. അതെ, ഈ നേതാക്കന്മാരുണ്ടല്ലോ അവർ ശപിക്കപ്പെടും നാളെ പരലോകത്ത് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ. അല്ലാഹു തആല അപ്പം പറഞ്ഞ മറുപടി എന്താ, നിങ്ങൾ ഒരിക്കൽ മാത്രം നല്ല ഇരട്ടി, ഈ കുല്ലിൽ നീഫ് എല്ലാവർക്കും ഉണ്ടോ ഇരട്ടി എന്നാണ്, മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ശപിക്കുക എന്നുള്ളത് അതെന്താ സംഭവം, അത് പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് റസൂൽ പറഞ്ഞേ, ലാ യംബഗീ ലിൽ മുഅ്മിനി അൻ യകൂന ലഅാന, ഒരു വിശ്വാസി ശപിക്കുന്നവനാകുക എന്നുള്ളത് അവന് പാടില്ലാത്ത കാര്യമാണ്. മക്കളെ അല്ലേ, അതേപോലെ വീട്ടിലെ മൃഗങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളെ, ഏതൊരു വസ്തുവിനെയും ശപിക്കാൻ പാടില്ല. സ്വന്തം മക്കളെ ശപിക്കുന്ന ആളുകളുണ്ട്, മെയ്യും ബാപ്പയും ശ്രദ്ധിക്കണം. ആ ശാപത്തിനും രക്ഷിതാവിനും ഇടയിൽ ഒരു മറയുണ്ടായിരിക്കില്ല, അത് നേരെ കുട്ടികളിലേക്ക് എത്തും. സമ്പത്തിനെ ശപിക്കുന്ന ആളുകൾ, സമ്പത്തിന് ശപിക്കുന്ന ആളുകൾ, അതേപോലെ മറ്റുള്ള സാധനങ്ങളെ, വാഹനങ്ങളെ അല്ലേ, നമ്മളിപ്പോൾ പോണ വാഹനം പഞ്ചറായി കിട്ടിക്കൊള്ളി, അത് പിന്നെയും നമ്മൾ പഞ്ചറടിച്ച് പോയി, നമ്മളെന്താ പറയുക, അങ്ങനെ മൃഗങ്ങളെ ശപിച്ച ആൾക്കാരെ നമുക്ക് പറയാം. അത് റസൂൽ പറഞ്ഞു, ലാ യംബഗി ലിസിദ്ദീഖിൻ അൻ യകൂന ലഅാന, ഒരു സത്യസന്ധന് അവന് ശപിക്കുന്നവരാകാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അവൻ ശപിക്കുന്നവനാണെങ്കിൽ അവൻ ആരല്ല, സിദ്ദീഖല്ല. കാരണം എന്ത്, സിദ്ദീഖിന് ലഅാനാകാൻ കഴിയില്ല, ശപിക്കുന്നവനാകാൻ കഴിയില്ല. ഇതുപോലെ ഒരു വിശ്വാസിക്ക് ശപിക്കുന്നവനാകാൻ പറ്റൂല, ശപിക്കുന്നവനോ വിശ്വാസിയാകാനും പറ്റില്ല, പ്രവാചകന്റെ വാക്കാണ്. അതേപോലെ അല്ലാഹു പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തൊആനി, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ കുത്തിപ്പറയുന്നവനല്ല, വലല്ലആനി, അവൻ ശപിക്കുന്നവനുമല്ല, വൽഫായിഷി, തോന്നിയവാസങ്ങൾ പറയുന്നവനല്ല, വൽബദി, വശള് പറയുന്നവരുമല്ല. ചില മനുഷ്യന്മാരെ തൊള്ള തുറന്ന പേടിയാ, ഞാൻ കൂടെ എന്താ വരിക എന്നുള്ളത് പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? അങ്ങനത്തെ മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, അതിനാണ് ബദീ എന്നറിയാം. അതായത് വശള് പറയുന്ന ആൾക്കാർ, അങ്ങനെ ഒരു വിശ്വാസിക്ക് പറ്റില്ല എന്നാ അതിൻ്റെ അർത്ഥം. വശള് പറയുന്നവൻ വിശ്വാസിയല്ല, തോന്നിയവാസം പറയുന്നവൻ വിശ്വാസിയല്ല, അതേപോലെ അങ്ങേറ്റം ശപിക്കുന്നവൻ വിശ്വാസിയല്ല, കുറ്റി പറയുന്ന ആളാരല്ല വിശ്വാസിയല്ല എന്നാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞ കാര്യങ്ങൾ അത് ലഅനുൽ മുഅ്മിനി ഖഖത്ലിഹി എന്നാണ്. ഒരു വിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഒരു വിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് സമമാണ് എന്നാണ്. വെച്ചൊക്കെ നിങ്ങൾ അവനെ ശപിക്കട്ടെ എന്ന് പറഞ്ഞു, എന്നാലോ അതവനെ കൊല്ലുന്നതിന്, ഒരു വിശ്വാസിയെ കൊല്ലുന്നതിന് സമമാണ്. എന്താ കൊന്നുള്ളത് എന്താണ്, 5 തരം ശിക്ഷയാണ് അല്ലാഹു തആല പറഞ്ഞത്. അതായത് ശിർക്ക് മഹാപാപം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ രണ്ടാമത്തെ പാപം കൊലപാതകമാണ്. ആ കൊലപാതകത്തിനെ പോലെയാണ് ഒരു മനുഷ്യനെ ശപിക്കുക. ഒറ്റ വാക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ടാണ് അവന് ഈ കൊല്ലുന്ന മനുഷ്യൻ്റെ ശിക്ഷ അവന് കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശപിക്കുക എന്നുള്ള വിശ്വാസ അടയാളമല്ല, അറിഞ്ഞില്ലേ? ലാ തലഅനു ബിലഅനത്തില്ല,
നിങ്ങൾ അള്ളാൻ്റെ ലഅനത്ത് കൊണ്ട് നിങ്ങൾ ആ പണി എടുക്കരുത്. കാരണം അതാർക്കാണ്? റബ്ബിൻ്റെ മാത്രം പണിയാണ്. വലാ ബിഗളബില്ലാഹി വലാ ബിന്നാർ. നിങ്ങൾ അള്ളാൻ്റെ ഉളബ് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അതേപോലെ നരകം കൊണ്ട്. എന്തായാലും അർത്ഥം നിങ്ങൾ അള്ള എന്നെ ശപിക്കട്ടെ എന്ന് പറയാം, പാടില്ലാത്തതാണ്. അള്ളാഹുവിന് എന്നോട് കോപ്പുണ്ടാകട്ടെ എന്ന് പറയാം, പാടില്ല. അള്ള എന്നെ അവനെ നരകത്ത് പ്രവേശിപ്പിക്കട്ടെ എന്ന് പറയാം, അത് പാടില്ല. എന്താ കാരണം? നരക റബ്ബിൻ്റെതാണ്, അത് അവനിട്ട് സൃഷ്ടിക്കേണ്ടതാണ്. അള്ളാൻ്റെ കോപ്പം കൊടുക്കാനുള്ളത് അള്ളാഹുവിനുള്ളതാണ്, അത് അവിടെ കൊടുക്കേണ്ടതാണ്. അള്ളാഹിൻ്റെ ശാപം എന്ന് പറഞ്ഞാലോ അത് ഇവൻ വിതരണം ചെയ്യേണ്ടവനല്ല, അത് റബ്ബ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുതെന്നാണ് മുത്തനബി വസല്ലം പഠിപ്പിക്കുന്നത്. അതിനാൽ വിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് മുത്തനബി വസല്ലം പഠിപ്പിച്ചത്. നോക്ക്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ വാക്കെന്താണ്? സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ വഖിതാലു കുഫ്റുൻ എന്നാണ്. ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്നുള്ള പോലും താന്തുനിത്തരമാണ്, തുന്യവാസമാണ്. അവനെ കൊല്ലുന്നതോ സത്യനിഷേധമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോണ കാര്യമാണ്, കൊലപാതകം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം എങ്ങനെ വിശ്വാസിയെ ശപിക്കാൻ സമ്മതിക്കുക? ഒരു മൃഗത്തെ ശപിക്കാൻ എങ്ങനെ സമ്മതിക്കുക? മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെപ്പോലും ശപിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന അപ്രകാരമാണ്. മഹാനായ ഹുർമുസ് ജുഹൈമി റളിയല്ലാഹു പറയാം, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു നബി, നബിയോട് ചോദിച്ചു, ഔസിനി, പ്രവാചകരെ നിങ്ങൾ എനിക്കൊരു വസിയത്ത് നൽകി. പ്രവാചകരെ, എന്താ നിങ്ങളെ വസിയത്ത്? എന്താ നബി എനിക്കൊരു വസിയത്ത് തരി? നോക്കിക്കോട്ടോ, അല്ലാഹു റസൂലിൻ്റെ വസിയത്താണ്. ഊസിക്ക അല്ലാ തകൂല ആന്, ഞാൻ നിന്നോട് വസിയത്ത് പറയുകയാണ്, നീ ശപിക്കുന്നവനായിട്ട് മാറരുത്. ആൾക്കാരെ ശപിക്കുക അങ്ങനത്തവനായിട്ട് നീ മാറരുതെന്നാണ്. അതുകൊണ്ട് നമ്മൾ മക്കളെ, വീട്ടിലെ കോഴീനെ, ആടിനെ, അല്ലെങ്കിൽ മൃഗങ്ങളെ, അല്ലെങ്കിൽ പരസ്പരം അല്ലേ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ശപിക്കുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞേ, ലഅനുൽ മുഅ്മിനി ഖത്ലിഹി, ഒരു വിശ്വാസിയെ ശപിക്കുക എന്നുള്ളവനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒമൻ ഖത്തല നഫ്സഹു ബിശൈഇൻ ഫി ദുനിയ, ആരെങ്കിലും ഒരാൾ ഏതൊരു ആയുധം കൊണ്ടാണോ തൻ്റെ ഒറ്റനെ കൊല്ലുന്നത്, ഉദിവ ബിഹി ഫിൽ ആഖിറത്തി, അതേ ആയുധം കൊണ്ട് തന്നെയാണ് അവൻ അല്ലാഹുവിൽ എന്ത് ചെയ്യുക, പരലോകത്ത് സൃഷ്ടിക്കുക എന്നാണ്. വിഷം കുടിച്ച് മരിക്കുന്നയാൾ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും. കത്തി കൊണ്ട് കുത്തുന്ന ആളാണെങ്കിലോ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. വലൈസാല റജുലി മുസ്ലിമിൻ നദുറുൻ ഫീമാ ലാ യംലികു, ഒരു വിശ്വാസിയെ അവൻ്റെ കയ്യിൽ ഉടമപ്പെടുത്താത്തത് കൊണ്ട് നേർച്ച ചെയ്യാൻ പാടില്ല. എന്താ ഉടമപ്പെടുത്താത്ത പറഞ്ഞാൽ, എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനം ഞാൻ നേർച്ച ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ പറയാണ്, ഞാനൊരു 10 ലക്ഷം ഉറുപ്പ്യ നേർച്ച തരിക, എൻ്റെ അടുത്ത് 10 ലക്ഷം പോയിട്ട് 10 ഉറുപ്പ്യല്ല, ഞാൻ ഉടമപ്പെടുത്താത്തതാണ്, ഞാൻ അധീനപ്പെടുത്താത്തതാണ്, അതിൻ്റെ കയ്യിലില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ല. അതേപോലെ പാറിക്കളിക്കുന്ന ഒരു പറവയെ വിളിച്ചിട്ട് ഞാൻ പറയാം, ഞാനിത് നേർച്ചയാക്കിക്കണു പറഞ്ഞു, അതിൻ്റെ കയ്യിലില്ല, അതിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതല്ല, അങ്ങനത്തെ എന്ത് ചെയ്യാൻ പാടില്ല, നേർച്ചയാക്കാൻ പാടില്ല എന്നുള്ളതാണ് റസൂൽ പറയാം. ഒരാൾ ഒരു വിശ്വാസിയെ കാഫിർ എന്ന ആരോപണം ഉന്നയിച്ചാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ മറ്റൊരു ഫൗവഖത്തിലി, അതവനെ കൊല്ലുന്നതിന് സമമാണ്. തീർന്നില്ല. ഉമൻ ഹൽഫ മില്ലത്തിൽ സിവൽ ഇസ്ലാമി, ഇസ്ലാമ ഇല്ലാത്ത ഒരു മാതൃക ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താലോ, കാദിബൻ, കള്ളസത്യമാണ് ചെയ്തത്, ഫൗവഖമാ ഖാല, അവൻ എന്താണോ പറഞ്ഞത് അവൻ അതിനനുസരിച്ചാണ്. എല്ലാ സത്യം ചെയ്യാൻ പാടില്ല, അള്ളാഹുവില്ലാത്തവരുടെ മേൽ സത്യങ്ങൾ ചെയ്യാം, റബ്ബിൻ്റെ സൃഷ്ടികളുടെ മേൽ സത്യം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞതുപോലെയാണെന്നാണ്. അതിനാൽ നമ്മുടെ പക്കൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയോട് മുശ്രിക്കുകളെ ശപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആരാ മുശ്രിക്ക്? ഇസ്ലാമിൻ്റെ ശത്രുവാണ് അല്ലേ, മുസ്ലിങ്ങളെ ശത്രുവാണ്. അങ്ങനെ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളെ ശപിക്കാൻ വേണ്ടിയിട്ട് നബിനോട് വന്നിട്ട് ആൾക്കാർ പറയാം. നിങ്ങൾ വെച്ചൊക്കെയാണ് എത്ര ഉപദ്രവിച്ചവരാണ് അവർ, എത്ര ബുദ്ധിമുട്ടിപ്പിച്ചവരാണ്. അവരെ ശപിക്കാൻ വേണ്ടി നബിനോട് ആവശ്യപ്പെട്ടപ്പോഴേ എന്ന വസല്ലം പറഞ്ഞാൽ, നിങ്ങൾ ഇന്നീലം ഉപഹൻ വ ഇന്നമാ ബുഇസ്തു റഹ്മത്തൻ, ഞാൻ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടവനല്ല, ഞാൻ നിയോഗിക്കപ്പെട്ടത് കാരുണ്യത്തിൻ്റെ ഭാഗമായി കൊണ്ടാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വാക്കൽ വെച്ചങ്ങൾ അതാണ് പ്രവാചകൻ, അതാണ് മുത്തുനബി, അതാണ് റസൂലുള്ളാഹ്. ഞാൻ ശപിക്കാൻ വേണ്ടി വന്നവനല്ല, ഒരു ശപിക്കുന്നവനായിട്ടല്ല എന്നെ അല്ലാഹു പറഞ്ഞയച്ചത്. നേരെ മറിച്ച് എന്നെ അല്ലാഹു പറഞ്ഞയച്ച എന്താണ്? കാരുണ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്, റഹ്മത്തായിക്കൊണ്ടാണ് റബ്ബിനെ പറഞ്ഞയച്ചതെന്നാണ്. അതായത് കാരുണ്യത്തിൻ്റെ പ്രവാചകനെ അയാൾ ശപിക്കാൻ പാടില്ല.
അയാൾ ഒരിക്കലും ശപിക്കാൻ പാടില്ലാത്തവനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് എപ്പോൾ മുശ്രിക്കുകളെ ശപിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വന്ന് മുത്തുനബിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ശപിക്കുന്നവനല്ല എന്ന് പറഞ്ഞ ആ നബിൻ്റെ അനുയായികളെ നമ്മൾ ആരെയും ശപിക്കുന്നവരായിട്ട് മാറാൻ പാടില്ല. മഹാനായ ജുർമുസുൽ ഹുജൈമി റളിയല്ലാഹു തആല പറയാം, ഞാൻ നബിയുടെ അടുക്കലേക്ക് ചെന്നു, സദഖയുമായി ചെന്നതാണ്. അപ്പോൾ നബി പറഞ്ഞു, അമ്മനെ ദൻഹാനി, അല്ല നബി, ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിൽ നിന്നാണ് എന്നെ വിരോധിക്കുന്നത്? എന്താണ് ഞാൻ എന്ത് ചെയ്യാതിരിക്കണം നബിയെ? അല്ലാഹു റസൂൽ പറയാം, അൻഹാക്കല്ലാത്തക്കുല്ല ആൻ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, വിരോധിക്കാനുള്ളത്, നീ ശപിക്കുന്നവനാകരുത് ഒരിക്കലും. അദ്ദേഹം പറയാം, ഫവല്ലാഹി മാ ലഅൻതു ശൈഅൻ, അതിനുശേഷം പിന്നീട് ഞാൻ ഒന്നിനെയും ശപിച്ചിട്ടില്ല. നമുക്ക് പറയാൻ നോക്കുമോ? ഞാൻ ഒരാളെയും ശപിച്ചിട്ടില്ല, ഞാൻ വസ്തുവിനെയും ശപിച്ചിട്ടില്ല, ഇന്ന് വരെ എൻ്റെ വായിൽ നിന്നൊരു ശാപത്തിൻ്റെ വാക്ക് വന്നിട്ടില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? അതാണ് ജുർമൂസ് അൽ ഹുജൈമി റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞ അപ്രകാരമാണ്, ശപിക്കരുതെന്നാണ് പറഞ്ഞത്. അതാണ് നബി എന്നോട് കൽപ്പിച്ചത്, അതാണ് വിരോധിച്ചത്, അതാണ് അങ്ങനെ ചെയ്യരുതെന്ന് വിരോധിച്ചു. നീ ശപിക്കുന്നവരെ മാറരുതെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ഒരാളെ ശപിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം മറ്റൊരിക്കൽ ഇതേ നബിൻ്റെ അടുക്കിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് അതേ പറയാം, അത്തൈതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുയഖ്ദി ബൈന ഖസ്മൈനി, ഞാൻ നബിയുടെ അടുക്കിലേക്ക് ചെന്നു. ആ സമയത്ത് നബി രണ്ടാളുകൾക്കുള്ള പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നു ആ പ്രശ്നം തീരുന്നത് വരെ. അതൊരു മര്യാദയാണല്ലോ. രണ്ടാൾക്കാർ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അവിടെ നമ്മൾ കയറി ചെന്നാണ്ട് പിടിച്ചു വലിക്കല്ല വേണ്ടത്, നമ്മൾ കഴിയുന്നവരെ കാത്തിരിക്കണം. ഞാനങ്ങനെ എന്ത് ചെയ്തു? അവിടെ അങ്ങനെ നിന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രശ്നം തീർത്തതിന് ശേഷം നബി അങ്ങോട്ട് പോയി, എൻ്റെ കാര്യം നോക്കാതെ. അപ്പോൾ ഞാൻ നബീൻ്റെ പിന്നാലെ പോയി. ഞാൻ നബീനെ പിന്തുടരുകയാണെന്ന് കണ്ടപ്പോൾ നബി അവിടെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഔസീനി നബി, നിങ്ങൾ എനിക്കൊരു വസിയത്ത് നൽകുന്ന നബിയെ. അപ്പോൾ നബി സ്വല്ലം പറഞ്ഞു, നീ നിൻ്റെ തുണി ഉടുക്കേണ്ടത് നെരിയാണിയുടെ പിന്നെ കണങ്കാലിൻ്റെ പകുതി വരെയാണ്. അല്ലാഹു റസൂൽ ആ നൽകിയ വസിയത്തതാണ്, കണങ്കാലിൻ്റെ പകുതി വരെ. ഫൈൻ അബൈത, നിനക്ക് നിർബന്ധമാണെങ്കിലോ എന്ന് വെച്ചാൽ അത്രയല്ലോ, ഒന്നും താഴെയാണുണ്ടെങ്കിലോ ഏത് വരെയാകാം? ഫൈൽ കഅബൈനി, 2 നെരിയാണി വരെയാകാം. അതിൻ്റെ താഴേക്ക് ഇറങ്ങരുത്. താഴെ ഇറങ്ങിയ വസ്ത്രം എന്താണ്? നരകത്തിലാണ്. വലതഹ്ഖിറന്ന മഅറൂഫൻ, ഒരു സദാചാരത്തിനെ നീ നിന്ദ്യമായി കാണരുത്, ചെറുതായി കാണരുത്. എത്ര വലിയ ചെറിയ നന്മയാണെങ്കിലും, എത്ര ചെറുതാണ്, പക്ഷെ അതിനെന്ത് ചെയ്യാൻ പാടില്ല? നീ കൊച്ചായി കാണരുത്. എത്രമാത്രം റസൂൽ പറയാം, നിൻ്റെ കൂട്ടുകാരന് വെള്ളം മുക്കാൻ, വെള്ളം കോരാൻ ബക്കറ്റില്ല, നിൻ്റെ കയ്യിലുള്ള ബക്കറ്റേ ഉള്ളൂ. ശരി, നിൻ്റെ ബക്കറ്റ് കൊണ്ടൊന്ന് വെള്ളം മുക്കി കൊടുക്ക്, ഒരു നഷ്ടമില്ലല്ലോ. ആ ബക്കറ്റ് എവിടെയെങ്കിലും തേഞ്ഞോ മാഞ്ഞോ ഒന്നും സംഭവിച്ചില്ല. അങ്ങനത്തെ ഒന്നും ചെയ്ത് കൊടുക്കുക, അവന് കൊടുക്കുക. നീ നിനക്കിഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. വല്ലാത്ത വാക്കാണ് അതൊക്കെ. ഒരു വഹി ഇറങ്ങുന്ന പ്രവാചകന് മാത്രമേ അങ്ങനെ സംസാരിക്കാനാവൂ. നീ നിനക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു ഇഷ്ടപ്പെടുക. അതിനർത്ഥം എന്താ? നിനക്ക് നീ ഇഷ്ടപ്പെടാത്തത് മറ്റൊരു ഇഷ്ടപ്പെടാൻ പാടില്ല. തിരിഞ്ഞില്ലേ? ഏതായാലും ചോറ് കേട് നിൽക്കണ്, എനിക്ക് വേണ്ട, അങ്ങോട്ട് കൊടുക്കുക. എനിക്കിഷ്ടമുണ്ടോ? ഇല്ല. ആ പിന്നെന്തേ? എനിക്കിഷ്ടമില്ലാത്ത മറ്റൊരു ഇഷ്ടം കൊടുക്കണ്ട. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ. വലാ തകൂനന്ന ലആന, നബിൻ്റെ അവസാനത്തെ വാക്കതാണ്, വലാ തകൂനന്ന ലആന, നീ ശപിക്കുന്നവനായിട്ട് മാറരുത് എന്നാണ് അദ്ദേഹം പറയാം. ഫമാ ലഅൻതു ശൈഅൻ ബഅദു, അതിനുശേഷം ഞാൻ ഒരാളെയും ഒന്നിനെയും ഞാൻ ശപിച്ചിട്ടില്ല എന്ന്. അങ്ങനെ പറയാൻ നമ്മളെക്കൊണ്ട് കഴിയണം. അത് നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹ്. നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമം നീ അതൊരു അനുഗ്രഹീതമായ സംഗമമാക്കി നീ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ചെലവഴിച്ച ഈ സമയം ഞങ്ങളുടെ നന്മയുടെ തുലാസ് നീ രേഖപ്പെടുത്തണേ റബ്ബേ. അല്ലാഹു, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങളുടെ സതുദ്ദേശങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ റബ്ബേ. അല്ലാഹുവേ, ദുനിയാവിലും പരലോകത്തും ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കാരണത്താൽ നീ ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. റഹ്മാൻ റഹീമായ ഇസ്സത്തുള്ള മുസ്ലിങ്ങളായി ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ ക്ലാസ് കഴിഞ്ഞ് ഈ ദീനീ സദസ്സ് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോണ സമയത്ത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുള്ള കൂട്ടത്തിൽ
നാഥ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് രോഗങ്ങളുണ്ട്, മരുന്നില്ലാതെ രോഗം സുഖപ്പെടുത്താൻ കഴിയുന്ന രക്ഷിതാവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ജോലിയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹവും ഐക്യവും ഉണ്ടാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.